പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗമൊരുക്കിയ സാവകാശമോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ യൂട്യൂബിലൂടെ എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവജനത്തോടുമുള്ള ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒത്തിരി പേര് ആ പ്രവചന ശബ്ദങ്ങൾ കേട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവശബ്ദങ്ങളെ നിങ്ങൾ കേട്ട് പ്രാർത്ഥിക്കുകയും ദേശത്തിന് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിന് വേണ്ടി നിങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, സംരക്ഷിക്കട്ടെ, സൂക്ഷിക്കട്ടെ. ആമേൻ. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ദൈവാത്മാവ് അറിയിച്ച ദൈവശബ്ദം അത് നിങ്ങൾ മിക്കവരും കേട്ടതാണ്. ആമേൻ. അറബ് രാജ്യങ്ങളിൽ മിക്ക ഇടങ്ങളിലും അറബ് രാജ്യങ്ങളിൽ വലിയ ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം അതോർത്ത് പ്രാർത്ഥിക്കണം. വലിയ ബിൽഡിങ്ങുകൾ തകർന്നു വീഴുന്ന ഒരു സംഭവം ദൈവാത്മാവിനെ കാണിക്കുന്നു എന്ന് ചില മാസങ്ങൾക്ക് മുമ്പ് ആമേൻ പരിശുദ്ധാത്മാവിൽ ആലോചന കൈമാറിയിരുന്നു. അതോർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ വലിയ ഭൂമി കുലുക്കമുണ്ടായി, പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. ഈ പറയുന്ന പ്രവചന ശബ്ദങ്ങൾ അതോർത്ത് ജനം പ്രാർത്ഥിക്കുക. ആമേൻ. ഇതെല്ലാം ഇനി കൂടി വരത്തേ ഉള്ളൂ, കുറയത്തില്ല. കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ജനം ഒരുങ്ങുക, ദൈവസഭ, ദൈവദാസന്മാർ ഒരുങ്ങുക. ആമേൻ. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നമ്മളെ തന്നെ ഒരുക്കി. ആമേൻ. നമ്മളെ പരാതികളും പരിഭവങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇതിൻ്റെ നടുവിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ഉയർത്തുവാൻ നമ്മൾ തയ്യാറാകുക. യേശുവിനെ എതിരേൽക്കാൻ നമ്മൾ ഒരുങ്ങുക. ആമേൻ. ഓരോ സംഭവങ്ങൾ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. ഇതിൻ്റെ തീവ്രത കുറച്ച്, ചിലത് നടക്കേണ്ട സംഭവം നടന്നേ പറ്റൂ, ചിലത് പ്രാർത്ഥനയാൽ മാറിപ്പോകും. ദൈവജനം പ്രാർത്ഥിക്കുക. ആമേൻ. എന്നോട് പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ചില ദൈവശബ്ദങ്ങളെ, പ്രവചനത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നവരിലേക്ക് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തകർന്നിരിക്കുന്ന, ഒത്തിരി ഒറ്റപ്പെടൽ നിമിത്തം തകർന്നിരിക്കുന്ന, ആരും ഉൾക്കൊള്ളാതെ, ആരും സ്വീകരിക്കാതെ ആകെ തകർന്നിരിക്കുന്ന ആമേൻ ചിലതിനോട് പരിശുദ്ധാത്മാവ് ആമേൻ ദൈവശബ്ദം കൈമാറാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. ദൈവജനം വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ കേൾക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങളെ ജനം അംഗീകരിക്കുന്നുണ്ടാവില്ല, അത് നിങ്ങളുടെ വിഷയമല്ല. നിങ്ങൾ പറയുന്ന വാക്ക് അവർ ഉൾക്കൊള്ളുന്നില്ല, നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ മേലുള്ള ദൈവകൃപയെ അവർ മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങളെ ഉൾക്കൊള്ളുന്നില്ല, അംഗീകരിക്കുന്നില്ല, നിങ്ങളെ അവർ മനസ്സിലാക്കുന്നില്ല. ഈ കാരണത്താൽ അവർ ചേർത്ത് പിടിക്കുന്നില്ല, ആരും ഒരു കൈത്താങ്ങ് തരുന്നില്ല. ഈ കാരണത്താൽ പിറകോട്ട് ഉൾവലിഞ്ഞിരിക്കുന്ന, പ്രാർത്ഥന മുറിയിലേക്ക് കയറിയിരിക്കുന്ന, ശുശ്രൂഷയിൽ നിന്ന് പിൻവലിഞ്ഞിരിക്കുന്ന ദൈവദാസന്മാരോട്, ദൈവജനത്തോട് പരിശുദ്ധാത്മാവിന് കൈമാറാനുള്ള ദൈവശബ്ദം കേൾക്കുക. നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തെ ജനം അംഗീകരിച്ചെന്ന് വരത്തില്ല, അവർ ഉൾക്കൊണ്ടെന്ന് വരത്തില്ല. നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ദൈവത്തിൻ്റെ നിന്നാണ് എന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാണ് അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഉൾക്കൊള്ളുവാൻ, അംഗീകരിക്കാൻ, കേൾക്കാൻ അവർക്ക് കഴിയത്തില്ല. പക്ഷേ ജനം, ഇല്ലെങ്കിൽ ദൈവസഭ, ഇല്ലെങ്കിൽ ജനം, ഇല്ലെങ്കിൽ പാസ്റ്റേഴ്സ്, ഇവർ നിങ്ങളെ ഉൾക്കൊള്ളുന്നില്ല, കേൾക്കുന്നില്ല, നിങ്ങൾ വെളിപ്പാട്ടിന് ആമേൻ പറയുന്നില്ല, നിങ്ങളുടെ ശുശ്രൂഷയെ അംഗീകരിക്കുന്നില്ല, നിങ്ങളുടെ പ്രവചനത്തെ ആമേൻ അവർ കേൾക്കുന്നില്ല, അവരതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ അഭിഷേകത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, നിങ്ങളെ ഉൾക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞ് ആമേൻ നിങ്ങൾ പ്രാപിച്ച അഭിഷേകം അത് ശരിയല്ല, തെറ്റാന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. ആമേൻ. നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടാകണം, നിങ്ങൾ കേട്ടത് ദൈവശബ്ദമാണ്.
നിങ്ങൾ പ്രാപിച്ച അഭിഷേകം ഉയരത്തിൽ നിന്നുള്ള അഭിഷേകമാണെന്നും നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ, ആര് അംഗീകരിച്ചില്ലെങ്കിലും, ആര് നിങ്ങളെ ചേർത്ത് പിടിച്ചില്ലെങ്കിലും, ആര് നിങ്ങളെ ഉൾക്കൊണ്ടില്ലെങ്കിലും, ആര് നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിലും, ആര് നിങ്ങൾക്ക് വേദികൾ തന്നില്ലെങ്കിലും, ആരും അംഗീകരിക്കുന്നില്ലെങ്കിലും, അവൻ്റെ പ്രവചനം ശരിയല്ല, അവൻ്റെ ആരാധന ശരിയല്ല, അവൻ്റെ പ്രാർത്ഥന ശരിയല്ല, അവൻ്റെ ശുശ്രൂഷ ശരിയല്ല, അവൻ പ്രാപിച്ച അഭിഷേകം ശരിയല്ല എന്ന് പല വിധത്തിൽ ഇത് ദുരാത്മാവാണ്, ദുർഭൂതമാണ് എന്ന് പല വിധത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാകാം, നിങ്ങളെ അംഗീകരിക്കുന്നുണ്ടാവത്തില്ല, നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടാവാം, നിങ്ങളെ ചേർത്ത് കൊള്ളുന്നില്ലായിരിക്കാം. ആമേൻ. ഈ കാരണത്താൽ നിന്റെ അഭിഷേകത്തെ നീ അടിയറവ് പറയരുത്. ഈ കാരണത്താൽ നീ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകരുത്. ഈ കാരണത്താൽ നീ അഭിഷേകത്തെ, ശുശ്രൂഷയെ വേണ്ട എന്ന് വയ്ക്കരുത്. ഈ കാരണത്താൽ നീ പിന്തിരിഞ്ഞാൽ നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ നീ മാറ്റിവെക്കുകയാണ്. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വലുതാണ്. അഭിഷേകത്തിനെ നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം വലുതാണ്. അഭിഷേകത്തെ നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ചെറുതല്ല, അത് വലുതാണ്. ഭൂഖണ്ഡത്തെ ഇളക്കുന്ന, ദേശത്തെ വേരോടെ പിഴുതെടുക്കുന്ന, ആമേൻ, ദേശത്ത്, രാജ്യത്ത്, പട്ടണങ്ങളിൽ ഉണർവ് കൊണ്ടുവരുന്ന ആമേൻ അഭിഷേകമാണ് നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. നീ അതിനെ ചോർത്തിക്കളയരുത്, നീ അതിനെ വെക്കരുത്. ആമേൻ. മറ്റുള്ളവർ ആമേൻ അംഗീകരിക്കുന്നില്ല, മറ്റുള്ളവർ ചേർത്ത് പിടിക്കുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല, അവർ വേദി തരുന്നില്ല, അവർ എന്നെ തഴഞ്ഞു മാറ്റുന്നു, ആമേൻ, ഞങ്ങളെ ഉൾക്കൊള്ളുന്നില്ല, ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നു. അവിടുന്ന് മാറുക. നീ നിന്റെ പ്രാർത്ഥന മുറിയിലേക്ക് കയറുക. ആമേൻ. നിന്നെ ഉൾക്കൊള്ളാത്ത, നിന്റെ അഭിഷേകത്തെ റെസ്പെക്റ്റ് ചെയ്യാത്ത, നിന്നെ അംഗീകരിക്കാത്ത, നിന്റെ വിശ്വാസത്തെ മൈൻഡ് ചെയ്യാത്ത എടുത്തുനിന്ന് നീ മാറി ആ വ്യക്തികളുടെ അടുത്ത് നീ മാറി നീ ദൈവസന്നിധി കയറുക, പ്രാർത്ഥന മുറി കയറുക. ആമേൻ. വ്യക്തിപരമായി പ്രാർത്ഥന നിനക്കുണ്ടെങ്കിൽ, നിനക്കൊരു അഭിഷേകമുണ്ടെങ്കിൽ, നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആമേൻ. ഒരു കൂട്ടത്തിനും കഴിയത്തില്ല. ആമേൻ. എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ, നിന്നെ അനുഭവിക്കുന്ന, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന, ആമേൻ, ആ വേദനപ്പെട്ടിരിക്കുന്ന, ആമേൻ, എൻ്റെ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയോ ഒന്ന് ജ്വലിപ്പിക്കാനോ, അതിനൊന്ന് കൈത്താങ്ങാനോ, അതിന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ, എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, എന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലല്ലോ എന്ന് നിരാശപ്പെട്ട് ഉൾമുറിയിലിരിക്കുന്ന ദൈവദാസന്മാരെ, സഹോദരന്മാരെ, ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ പറയുന്നു, നിന്റെ സമയമാകുമ്പോൾ, നിന്നെ ദൈവം കണ്ടിരിക്കുന്ന സമയമാകുമ്പോൾ, നിന്നെ അന്വേഷിച്ചു വരുന്ന ഒരു സമയമുണ്ട്. അന്വേഷിച്ചു വരുന്ന, നീ ഇരിക്കുന്നിടം അന്വേഷിച്ചു വരുന്ന സമയമുണ്ട്. നീ ഇരിക്കുന്ന ഇടം അന്വേഷിച്ചു വരുന്ന ഒരു ടൈമുണ്ട്. അതിനുവേണ്ടി നീ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ക്ഷമയോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിന്റെ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. ആമേൻ. ആരാധന കുറഞ്ഞു പോകരുത്. വചനധ്യാനം കുറഞ്ഞു പോകരുത്. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറരുത്. എന്തൊക്കെ വന്നാലും ദൈവ സാന്നിധ്യം വിട്ട് പിരിയാതെ, ദൈവസാന്നിധ്യത്തിൻ്റെ അകത്ത് നിൽക്കുന്ന അഭിഷിക്തനെ, ദൈവദാസനെ, നിങ്ങളോടുള്ള ദൈവശബ്ദമാണ്. ആമേൻ. നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. നീ ഇരിക്കുന്നിടം തേടി വരുന്നതാണ് അഭിഷേകത്തിൻ്റെ പ്രത്യേകത. ആമേൻ. അഭിഷേകം പ്രാപിച്ചതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവൻ ഇരിക്കുന്നിടം തേടി വരും, അവനെ അന്വേഷിച്ചു വരും. നിങ്ങൾ ചെറുതല്ല, നിങ്ങൾ പ്രാപിച്ച അഭിഷേകവും ചെറുതല്ല. ആമേൻ. നിങ്ങളെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. നിങ്ങളെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. നിങ്ങൾ എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു. നിങ്ങൾ സംസാരിക്കുന്നത് അത്ഭുതമാകാൻ പോകുന്നു. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന അത്ഭുതത്തിൻ്റെ വാക്കുകളാൻ പോകുന്നു. ആമേൻ. നിങ്ങളുടെ നോട്ടം വരെ ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു. ആമേൻ. വിശ്വസിക്കാൻ പറ്റുമോ? ആമേൻ. നിങ്ങൾ ഉൾവലിഞ്ഞു പോയ ചില ദൈവദാസന്മാരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിങ്ങളെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ആമേൻ. അംഗീകാരം ഇല്ലെങ്കിൽ വേണ്ട. പക്ഷെ നിന്നെ അംഗീകരിക്കുന്ന, നീ പ്രാപിച്ച അഭിഷേകം, നമ്മൾ പ്രാപിച്ച അഭിഷേകം സ്വർഗത്തിൻ്റെ ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നമ്മൾ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, പിന്നെ ഇതിനെ പേടിക്കുന്നത്? ധൈര്യത്തോടെ
മുന്നോട്ട് പോകുക, ധൈര്യത്തോടെ പുറപ്പെടുക, ധൈര്യത്തോടെ നീ ദൈവവചനത്തെ ശുശ്രൂഷിക്കുക, ധൈര്യത്തോടെ നീ പ്രവചിക്കുക, ധൈര്യത്തോടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു മനുഷ്യനെയും നീ മൈൻഡ് ചെയ്യരുത്, ദൈവത്തെ മൈൻഡ് ചെയ്യുക, കർത്താവിനോട് ചേർന്നിരിക്കുക. ദൈവാത്മാവ് നിന്നെ ഉപയോഗിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തിരുവചനത്തിൻ്റെ അകത്ത് അപ്പോസ്തല പ്രവൃത്തി അതിനകത്ത് കാണുന്ന അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ അകത്ത് പ്രവാചകന്മാരെല്ലാം കൂടി ഇരിക്കുന്നിടത്ത്, ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നിടത്ത് അവിടെ ശൗലും ഉണ്ടായിരുന്നു. പ്രവാചകന്മാരെല്ലാം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയുടെ അകത്ത് ശൗൽ എന്ന് പറയുന്ന ദൈവപുരുഷനും ഉണ്ടായിരുന്നു. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി ബർന്നബാസിനെയും ശൗലിനെയും എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അപ്പോൾ അവരിത്ര നാളും ചെയ്തത് വേലയല്ലേ, അവർ സുവിശേഷ വേലയല്ലേ ചെയ്തേ. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്ന എങ്ങനെ എഴുതിയിരിക്കുന്നത്, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോൾ ഇത്രയും നാളും അവർ ചെയ്തത് കർത്താവിൻ്റെ വേലയല്ലേ, കർത്താവിൻ്റെ വേല. പക്ഷേ ശൗലെ, നിന്നെ വിളിച്ചിരിക്കുന്നതിലേക്ക് എനിക്ക് നിന്നെ കയറ്റണം. ബർന്നബാസെ, നിന്നെ വിളിച്ചിരിക്കുന്ന വേലയിലേക്ക്, നിന്നെ കണ്ടിരിക്കുന്ന ആ പൊസിഷനിലേക്ക് എനിക്ക് നിന്നെ കയറ്റണം. അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നാൽ പറ്റത്തില്ല. ചില മേഖലയിൽ നിന്ന് നീ റിജക്ഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ തള്ളി മാറ്റുന്നുണ്ടെങ്കിൽ, നീ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അത് ആ ജനത്തെ കുറ്റം പറയേണ്ട. നിന്റെ വേലയിലേക്ക്, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിലേക്ക്, നിന്നെ വിളിച്ചിരിക്കുന്ന വേലയിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കയറ്റുകയാണ്. ആമേൻ. ആരും കുറ്റം പറയണ്ട. അവരെങ്ങനെ ചെയ്തു, അവരംഗീകരിക്കുന്നില്ല, അവർ സ്നേഹിക്കുന്നില്ല, അവർ കരുതുന്നില്ല, ഒന്നും പറയേണ്ട. ആവശ്യത്തിന് ഒന്നും പറയേണ്ട. ദേവദാസി, പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ വേർതിരിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ 13-ാം അധ്യായത്തിലോട്ട് പൗലോസിനെ ബർന്നബാസ് തെരഞ്ഞു പിടിച്ചു കൊണ്ടുവരിക. ആമേൻ. ഈ പൗലോസിനെ ആരും അംഗീകരിച്ചില്ല. അവൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും, അവൻ സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ടും, യേശുവിനെ അവൻ കണ്ടു, ഒരു എൻകൗണ്ടർ അവനുണ്ടായി. ഇതൊന്നും ജനം അംഗീകരിക്കുന്നില്ല, ജനം ഉൾക്കൊള്ളുന്നില്ല. അവൻ പ്രാഗൽഭ്യത്തോടെ പല ദിവസങ്ങൾ യേശു ദൈവപുത്രനെന്ന് പ്രസംഗിച്ചു, ജനത്തോട് വാദിച്ചു പ്രസംഗിക്കുകയും ചെയ്തു. പക്ഷേ അതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ജനത്തിന്, ദൈവസഭയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അതുപോലെ ദൈവസഭയെ ഉപദ്രവിച്ചു നടന്ന മനുഷ്യനാണ്. അതുപോലെ ദൈവനാമത്തിനെതിരെ നിന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അവർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് അവരും തെറ്റു പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇവനൊരു എൻകൗണ്ടർ ഉണ്ടായ കാര്യം, ഇവന് തെറ്റുപറ്റി, ഇവന് വീഴ്ചയുണ്ടായി, ഇവന് ശൗലിന് ഒത്തിരി കുറവുകളുണ്ട്, ഒത്തിരി ബലഹീനതകളുണ്ട്. അവൻ എരിവോടെ നിൽക്കുക, നീതിയോടെ അല്ല, ദൈവത്തിനോടെ നിൽക്കുന്നേ. പക്ഷെ അവൻ അറിയുന്നില്ല, അവൻ ഉപദ്രവിക്കുന്നത് ദൈവത്തെ തന്നെയാണെന്ന് അറിയുന്നില്ല. ആമേൻ. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ശൗലിനൊരു എൻകൗണ്ടർ ഉണ്ടായത് ജനം അറിയുന്നില്ല. അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അവൻ ഉപദ്രവിച്ച് സഭയെ മുടിച്ചതും, സഭയെ ഉപദ്രവിച്ചതും, അവൻ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും എല്ലാവർക്കും അറിയും. പക്ഷേ ഇവൻ രക്ഷിക്കപ്പെട്ടത് അറിഞ്ഞില്ല.
ഇവ മാനസാന്തരപ്പെട്ടതറിഞ്ഞില്ല, ഇവൻ അഭിഷേകം പ്രാപിച്ചതറിഞ്ഞില്ല, ഇവനോട് കർത്താവ് ഇടപെട്ടതോ ഇവനോട് കർത്താവ് സംസാരിച്ചതോ അറിഞ്ഞില്ല. ദൈവശബ്ദം മറ്റുള്ളവർ കേൾക്കുന്നേക്കാളും ക്ലിയറായി അവൻ ദൈവശബ്ദം കേട്ടതാന്ന് പറഞ്ഞിട്ടും അംഗീകരിക്കുന്നില്ല. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സ്വർഗത്തിന്റെ ഒരു പിടുത്തം ഉണ്ടായത് അംഗീകരിക്കുന്നില്ല. പകൽ സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ദൂതൻ ഇറങ്ങിയത്, കർത്താവ് ഇറങ്ങിയത് ജനം അംഗീകരിക്കുന്നില്ല. നീ ചെയ്തത്, നീ അന്ന് ചെയ്തത്, നീ കഴിഞ്ഞ നാളുകളിൽ ചെയ്തത്, കഴിഞ്ഞ വർഷം ചെയ്തത്, നീ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ ഉപദ്രവിച്ചത്, ഞങ്ങൾക്കെതിരെ സംസാരിച്ചത്, ജനം മുഴുവൻ അതെടുക്കുന്നത്. പക്ഷേ പൗലോസ് പറയുന്നു, അതെൻ്റെ കഴിഞ്ഞ കാലം. ഈ നിങ്ങൾ പറയുന്നതിലും ഈ ദിവസത്തിൻ്റെ ഇടയിൽ ഞാനും ദൈവവുമായി ഒരു ബന്ധമുണ്ടായി. എന്നെ ദൈവം പിടിച്ചു, എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടായി. നിങ്ങളുടെ മുമ്പിൽ ഇറങ്ങാത്ത കർത്താവ് എൻ്റെ മുമ്പിൽ ഇറങ്ങി വന്നു. ആമേൻ. എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടായി, എനിക്കൊരു മാറ്റമുണ്ടായി. എന്നെ ദൈവം പിടിച്ചു. എനിക്ക് 3 ദിവസം ഞാനും കർത്താവുമായി മാത്രം ഇരുന്ന, വെള്ളം പോലും കുടിക്കാതെ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു ദിവസങ്ങൾ എനിക്കുണ്ട്. അവിടെ ഒരു ശിഷ്യൻ, അനന്യാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യൻ വന്ന് എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും എനിക്ക് സൗഖ്യം തരികയും ചെയ്ത ഒരു ടൈമുണ്ട്. എൻ്റെ മേൽ അഭിഷേകം പകർന്ന, ഞാൻ അഭിഷേകം പ്രാപിച്ച ആത്മപൂർണനായ ഒരു സമയം എനിക്കുണ്ട്. എനിക്ക് ചേഞ്ച് വന്ന ദിനങ്ങളുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവരെന്തൊക്കെ ഇവൻ പറഞ്ഞാലും ജനം അംഗീകരിക്കുന്നില്ല. ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ്, ഞാൻ വെളിപ്പാട് കണ്ടു, ഞാൻ കർത്താവിനെ കണ്ടു, ഞാൻ കുതിരപ്പുറത്ത് താഴെ വീണു, ആമേൻ, എന്നോട് കർത്താവ് വ്യക്തമായി സംസാരിച്ചു. ഇതെല്ലാം ശരിയാണ് പൗലോസേ, പക്ഷെ ജനം അംഗീകരിക്കുന്നില്ല. ആമേൻ. ഇങ്ങനെ നിരാശപ്പെടുന്ന അഭിഷക്തന്മാരെ, ദൈവജനമേ, നീ പ്രാപിച്ച അഭിഷേകം അംഗീകരിക്കാത്ത, നീ പ്രാപിച്ച ദൈവകൃപയെ മൈൻഡ് ചെയ്യാത്ത ആമേൻ ജനമുണ്ടോ? നീ നിരാശപ്പെടരുത്. സഭ അംഗീകരിക്കുന്നില്ലേ? വേണ്ട. വിശ്വാസി സമൂഹം അംഗീകരിക്കുന്നില്ലേ? വേണ്ടതേ. നിനക്ക് ഉറപ്പുണ്ടോ നീ കണ്ടത് കർത്താവിനെയാണ്? സഹോദരൻ, നിനക്ക് ഉറപ്പുണ്ടോ നീ കേട്ട ശബ്ദം ദൈവത്തിൻ്റെതാണ്? സഹോദരി, നിനക്ക് ഉറപ്പുണ്ടോ നീ കണ്ട വെളിപ്പാട് ദൈവത്തിൻ്റെതാണ്? അഭിഷേകത്തിനെ നിനക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അഭിഷേകത്തിനെ? നിങ്ങൾ പ്രാപിച്ച അഭിഷേകം അത് ഉയരത്തിലെ അഭിഷേകമാണ്. ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കുന്നേ? എന്തിനാ നിരാശപ്പെടുന്നേ? അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിന് കീഴിൽ താണിരിപ്പിൻ. വിളിച്ച ദൈവം വിശ്വസ്തൻ. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. നമ്മളെ അഭിഷേകം ചെയ്ത് കർത്താവല്ലേ? നമ്മളെ വേർതിരിച്ചത് കർത്താവല്ലേ? ആ കർത്താവ് നമ്മൾ കൈവിടുവോ? ഇല്ല. ജനം കൈവിടും, ദേശം കൈവിടും, വീട് കൈവിടും, ജീവിത പങ്കാളി കൈവിടും, മക്കൾ കൈവിടും. സഭ അംഗീകരിക്കത്തില്ല, ആരും അംഗീകരിക്കത്തില്ല. നിന്റെ അഭിഷേകത്തെ ആരും അംഗീകരിക്കത്തില്ല. വേണ്ടെന്നേ. നിന്റെ അഭിഷേകത്തെ തേടി വരുന്ന ഒരു ദിനം നിനക്കുണ്ട്. നിന്റെ അഭിഷേകത്തെ റെസ്പെക്റ്റ് ചെയ്യുന്ന, നിന്റെ അഭിഷേകത്തെ പ്രാപിക്കാൻ, നിന്നിൽ നിന്ന് ദൈവശബ്ദം കേൾക്കാൻ നിന്നെ അന്വേഷിച്ചു വരുന്ന ഒരു നാള് അഭിഷിക്തനെ, ദൈവജനമേ, നിങ്ങൾക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ പൗലോസ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ പണ്ടത്തെ പോലെ ആ വ്യക്തിയല്ല. എനിക്ക് മാറ്റം വന്നു, എനിക്ക് രൂപാന്തരം വന്നു, എനിക്ക് മാനസാന്തരം വന്നു. ഞാൻ പഴയ പരിപാടികളെല്ലാം നിർത്തി. ഞാൻ ഒരു നല്ല ദൈവത്തിലായി. ഞാൻ അഭിഷേകം പ്രാപിച്ചു. എനിക്കിനി കർത്താവിൻ്റെ വേല ചെയ്യണം. എനിക്കിനി യേശുവിനെ ഉയർത്തണം. എനിക്ക് കർത്താവിന് വേണ്ടി നിൽക്കണം. എൻ്റെ കർത്താവ് പറഞ്ഞു, ജാതികൾ മുമ്പിൽ എന്നെ ഉപയോഗിക്കും. കർത്താവിനോട് പറഞ്ഞു, രാജാക്കന്മാരുടെ മുമ്പിൽ ഞാൻ അതിനെ ഉപയോഗിക്കും. ഞാൻ അതിനുവേണ്ടി ഒരുങ്ങുകയാണ്, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. എവിടെ ആര് അംഗീകരിക്കാൻ?
നീ കർത്താവിനെ കണ്ടാൽ നിനക്ക് കൊള്ളാം. ഫ്രീസല്ലോ. പെട്ടെന്നൊന്നും ആരും ഉൾക്കൊള്ളത്തില്ല ദൈവമക്കളെ, പെട്ടെന്ന് ആരും അംഗീകരിക്കത്തുമില്ല. വേണ്ട, നീ അംഗീകരിക്കപ്പെടാൻ പോന്നു. നിന്നെ ദൈവം മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കാൻ പോന്നു. നീ ഒരു അഭിഷിക്തനാണ്, നീ ദൈവകൃപ പ്രാപിച്ചവനാണ്, ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ട് എന്ന് ജനം അറിയത്തക്ക വിധത്തിൽ നീ ദൈവമായിട്ട് ബന്ധമുണ്ടെന്നും ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ട് എന്നും ദൈവം തെളിയിക്കാൻ പോകും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇവരാരും ഒരു ശിഷ്യനായി അംഗീകരിക്കാതെ എല്ലാവരും ഇവനെ തടഞ്ഞു കളഞ്ഞു. അന്നുള്ള പ്രവാചകന്മാരോ ശിഷ്യന്മാരോ ആരും ഇവനെ മൈൻഡ് ചെയ്യുന്നില്ല. ഇവനെ തടഞ്ഞു കളഞ്ഞു. പക്ഷേ അവൻ പിന്മാറിപ്പോയില്ല, അവൻ പുറകോട്ട് പോയില്ല. ഞാൻ ഇനി ഈ പരിപാടിക്കില്ലെന്നോ, ഞാൻ പഴയ പണിക്ക് പോകുകയെന്നോ, നിനക്കൊക്കെ ഞാൻ പണി തരാടാ എന്നും പറഞ്ഞില്ല. എൻ്റെ പഴയ സ്വഭാവമാണേ ഉണ്ടല്ലോ, ഒറ്റ ഒരുത്തരം കാണത്തില്ല, ഒരു പ്രവാചനം കാണത്തില്ല, ഒന്നും മിണ്ടാൻ പോയില്ല. ഞാൻ പഴയ വാളെടുക്കാൻ പോവാ, ഒന്നും മിണ്ടുന്നില്ല, ആരും അംഗീകരിക്കുന്നില്ല. വേണ്ട, അവൻ തർസോസിലേക്ക് പോയി. ഫ്രൈസ്. ആരും അംഗീകരിക്കാതെ വന്നപ്പോൾ അവൻ പിന്മാറിപ്പോയെന്നല്ല, അവൻ പഴയ പണിക്ക് പോയെന്നല്ല, അവൻ ജോലിക്ക് പോയെന്നല്ല, അവൻ തർസോസിലേക്ക് പോയി. അവൻ പ്രാർത്ഥനയിലിരുന്നു. പിന്മാറിപ്പോകാതെ കിട്ടിയ അഭിഷേകം ദൈവത്തിൻ്റെതാണ്, ഞാൻ കേട്ട ശബ്ദം ദൈവത്തിൻ്റെതാണെന്ന് അറിഞ്ഞ മനുഷ്യൻ പെറുവെറുപ്പില്ലാതെ പരാതിയില്ലാതെ അവൻ പ്രാർത്ഥന മുറിയിൽ കയറി. അവൻ തർസോസിൽ പോയി ചില നാളുകൾ പാർത്തു. ആമേൻ. ആ സമയത്ത് വിശ്വസ്തയോടെ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവകൃപയിൽ ഇരുന്ന ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ആരും വന്നില്ല. പക്ഷേ ഒരു സമയത്ത് ബർന്നബാസിന് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടാകും. പെട്ടെന്നൊരു ബോധോദയം, പെട്ടെന്നൊരു ബോധം വരിക. പൗലോസിനെ തിരയാൻ വേണ്ടി ബർന്നബാസ് തർസോസിലേക്ക് പുറപ്പെടും. നോക്കി, ശുശ്രൂഷ ചെയ്ത് അദ്ദേഹം പോവാം. ശൗലിനെ ആരും തിരിയുന്നില്ല. അവനെന്ത് രക്ഷിക്കപ്പെടുത്താൻ ആളുണ്ട്, സ്നാനപ്പെടുത്താൻ ആളുണ്ട്. അത് കഴിഞ്ഞ പിന്നെ ആരുമില്ല. അവൻ അഭിഷേകം പ്രാപിക്കുകയോ അവൻ്റെ മേലെ ദൈവകൃപ വെളിപ്പെടുകയോ ചെയ്താൽ പിന്നെ ആരും പിന്നെ മൈൻഡ് ചെയ്യത്തില്ല. ആമേൻ. പക്ഷേ നോക്കിയേ, ശുശ്രൂഷ ചെയ്ത് നടക്കുന്ന മനുഷ്യൻ മറ്റൊന്നും ചിന്തിക്കാതെ ബർന്നബാസിനെ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്ത് നടക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടാകുന്നു. നീ തർസോസിലേക്ക് പോകുക, ശൗലിനെ തിരയുക, അവനെ കൊണ്ടുവരിക. ആമേൻ. ഈ ബർന്നബാസോ ശിഷ്യന്മാരോ ഒന്നും മൈൻഡ് ചെയ്യാതെ അവനെ പറഞ്ഞു വിട്ടത്. പക്ഷേ നോക്കിയേ, പൗലോസ് ഉപയോഗിക്കപ്പെടേണ്ട, പൗലോസ് മാനിക്കപ്പെടേണ്ട സമയമായി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ബർന്നബാസിനോട് ഇടപെടുന്നു. പുറപ്പെടുക, തർസോസിലേക്ക് പോവുക. ബർന്നബാസ് തന്നെ പറയുന്നു, ഞാൻ ശൗലിനെ തിരയാൻ തർസോസിലേക്ക് പോകുന്നു. തർസോസിൽ പോയി ശൗലിനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് ശൗലിനെ കൂട്ടി ബർന്നബാസ് വരുന്നു. ആമേൻ. നോക്കിയേ, ആർക്കും വേണ്ടാതെ ഒഴിവാക്കിക്കളഞ്ഞ ഒരു അഭിഷിക്തനെ, ആർക്കും വേണ്ടാതെ മാറ്റിയിട്ട ഒരു ദൈവപൈതൽ, ഒരു ശുശ്രൂഷകനാണെന്ന് അംഗീകരിക്കാതെ, അഭിഷിക്തനാണെന്ന് അംഗീകരിക്കാതെ, അഭിഷേകത്തെ റെസ്പെക്റ്റ് ചെയ്യാതെ, അവനെ സ്നേഹിക്കാതെ, അവനെ കരുതാതെ എഴുതിത്തള്ളിയ, ഉൾക്കൊള്ളാതെ അവനെ തഴഞ്ഞു കളഞ്ഞ ആ കൂട്ടർ തന്നെ ആമേൻ, പ്രൈസ് ദി ലോർഡ്, അവനെ തപ്പിച്ചെല്ലുന്നു. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ശിഷ്യനായിട്ട് ആരും അംഗീകരിച്ചില്ല, സഭയെ ഉൾക്കൊണ്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു, അവനെ വിളിച്ചുകൊണ്ട് വരിക. ആമേൻ. എവിടെയാണോ പൗലോസ് പോയിരിക്കുന്നത്, അവിടുന്ന് പൗലോസിനെ ബർന്നബാസ് കൂട്ടിക്കൊണ്ടു വന്നതുപോലെ അഭിഷേകമുള്ള നിന്നെ തെരഞ്ഞു വരും. ആമേൻ. നിന്റെ അഭിഷേകത്തെ നീ സൂക്ഷിക്കാൻ തയ്യാറായാൽ, നിന്റെ പ്രാർത്ഥന നീ കുറയ്ക്കാതിരിക്കാൻ തയ്യാറായാൽ,
നീ വിശ്വസ്തയോടെ ദൈവത്തിൽ നിൽക്കാൻ തയ്യാറായാൽ ഇപ്പോൾ അല്പം നീ മാറി നിൽക്കേണ്ട വന്നേക്കാം. ആരും സ്റ്റേജ് തരത്തൊന്നുമില്ല, ആരും ഉൾക്കൊള്ളത്തൊന്നുമില്ല, ആരും നിന്റെ ശുശ്രൂഷകളെ അംഗീകരിക്കണമെന്നില്ല. വേണ്ട വേണ്ട വേണ്ട, നീ പ്രാപിച്ചതിനെ സൂക്ഷിക്കാൻ തയ്യാറാണ്. നിന്നെ തെരഞ്ഞ് നിന്റെ അടുക്കൽ ജനം വരും, ദൈവം അയക്കും. പ്രൈസ് ദി ലോർഡ്. ഒരുത്തരും മൈൻഡ് ചെയ്യാത്ത പൗലോസ്, സഭ മൈൻഡ് ചെയ്യാത്ത പൗലോസ് പിന്നെ സഭയ്ക്ക് മൈൻഡ് ചെയ്യേണ്ട വന്നു. അഭിഷിക്തന്മാർക്ക് അവനെ മൈൻഡ് ചെയ്യേണ്ട വന്നു. നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകം അതിഭയങ്കരമാണ്, അതിഭയങ്കരം, ഹെവി ലോഡാണ്. അതെല്ലാവർക്കും ഉൾക്കൊള്ളണമെന്നില്ല, എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. അപ്പോൾ നിന്നെ മാറ്റി നിർത്തും. പക്ഷേ മാറ്റി നിർത്തിയവർ നിന്നെ ചേർത്ത് പിടിക്കുന്ന ദിവസം അടുത്തിരിക്കുന്നു. തഴഞ്ഞു കളഞ്ഞവർ നിന്നെ കൈ നീട്ടി എടുക്കുന്ന, വിളിക്കുന്ന സമയം അടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആർക്കും വേണ്ട, മാറ്റിക്കളഞ്ഞു. ആ 12ാം അധ്യായം വരെ ഉള്ളവർ പിന്നെയുള്ള അധ്യായങ്ങളിൽ ആരെയും കാണുന്നില്ല. 12ാം അധ്യായം വരെ ശക്തമായി പത്രോസ് ഉപയോഗിക്കപ്പെടുന്നു. പിന്നെ അങ്ങോട്ടുള്ള അധ്യായങ്ങൾ നോക്കിക്കേ, തഴഞ്ഞു കളഞ്ഞവൻ്റെ അധ്യായമാണ്, മാറ്റി നിർത്തിയവൻ്റെ അധ്യായങ്ങളാണ്. 13ാം അധ്യായം തൊട്ട് പിന്നെയുള്ള അധ്യായങ്ങൾ മുഴുവൻ അപ്പോസ്തല പ്രവൃത്തി തീരുന്ന ആ സമയം വരെ പൗലോസിനെ പറ്റിയുള്ളൂ, പൗലോസ് ചെയ്ത കാര്യങ്ങളേ ഉള്ളൂ. അവിടെ കൊണ്ട് തീരുന്നില്ല. അത് കഴിഞ്ഞുള്ള ലേഖനങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി കഴിഞ്ഞുള്ള ലേഖനങ്ങൾ മുഴുവൻ പൗലോസേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ പൗലോസ് അവിടുന്ന് ഞാൻ ഇനി ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിലോ, തർസോസിൽ പോയി നിൽക്കുമ്പോഴും അവൻ സങ്കടപ്പെട്ടിട്ടുണ്ടാവും. മനുഷ്യനല്ലേ, കർത്താവ് ഞാൻ വന്നാൽ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ഭയങ്കര ടീമുകളായിരിക്കും, നമ്മളെ ചേർത്ത് പിടിക്കും, എൻ്റെ അഭിഷേകത്തെ അവർ ഉൾക്കൊള്ളും, അവരെന്നെ കൈത്താങ്ങും, ശുശ്രൂഷയിൽ എന്നെ കയറ്റും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ച കർത്താവ്. പക്ഷെ അവരൊന്നും എന്നെ മൈൻഡ് ചെയ്തില്ല. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, എന്തോ ചെയ്യാൻ, ഞാൻ ഇനിയില്ല, ഇനി ഒരു സാധാ വിശ്വാസിയായിട്ട് ഇല്ലെങ്കിൽ പഴയ പണിക്കെന്നെ അതായിരിക്കും നല്ലത് എന്ന് ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ, എൻ്റെ ഒരു ഊകാട്ടോ, അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവോട് പറയുക, പൗലോസേ, ഇനിയുള്ള അധ്യായങ്ങൾ, അപ്പോസ്തല പ്രവൃത്തിയുടെ ഇനിയുള്ള അധ്യായങ്ങൾ മോനെ നിന്നെക്കുറിച്ചുള്ളത് എഴുതാൻ പോകുന്നത്, നീ ചെയ്തത് എഴുതാൻ പോകുന്നത്. ഇനിയുള്ള അധ്യായങ്ങൾ നിനക്ക് വേണ്ടി വേർതിരിയപ്പെടുന്ന അധ്യായങ്ങളാണ്. നിന്റെ കയ്യിലൂടെ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും പ്രസംഗങ്ങളും എഴുതുന്ന അധ്യായങ്ങളാണ് ഇനിയുള്ള അധ്യായങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പിന്നെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പോലും സമയമുണ്ടാകത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ദൈവം ഭയങ്കരം തന്നെയാണ്. നമ്മൾ ചിന്തിക്കാത്ത ദൈവപ്രവൃത്തിയാണ് നമ്മൾ നടക്കാൻ പോകും. നമ്മൾ ചിന്തിക്കാത്ത ലെവലിൽ കർത്താവ് നമ്മളെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. നമ്മൾ ചിന്തിക്കാത്ത ലെവലിൽ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകാൻ തുടങ്ങും. പക്ഷേ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ വേർതിരിയപ്പെടും. പൗലോസ് ആ സമയം വരെയും പ്രാഗൽഭ്യത്തോടെ ശുശ്രൂഷ മനുഷ്യനാണ്, പ്രസംഗിച്ച മനുഷ്യനാണ്. പക്ഷേ പരിശുദ്ധാത്മാവിനെ എപ്പോൾ ഏൽപ്പിച്ചു കൊടുത്തോ അപ്പത്തൊട്ട് പൗലോസിനെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഉപയോഗിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിനെ നമ്മൾ വേർതിരിയപ്പെടുക, പരിശുദ്ധാത്മാവ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ. പ്രിയരെ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ഉൾവലിയപ്പെട്ട, തകർന്നിരിക്കുന്ന, പലതും കണ്ടും കേട്ടും തകർന്നിരിക്കുന്ന, കരയുന്ന, ഉപവസിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന, ചില കഷ്ട നിമിത്തം, ചില പ്രയാസങ്ങൾ നിമിത്തം, ചില ഒറ്റപ്പെടൽ നിമിത്തം വേദനപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവജനമേ, നിങ്ങളോട് പരിശുദ്ധാത്മാവിനെ കയ്യേമാറാനുള്ളത്
നിങ്ങളെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ പോകുന്നു, മുൻ നിരയിൽ കൊണ്ടുവരാൻ പോകുന്നു. നിന്റെ അഭിഷേകത്തിൻ്റെ വിലയെ ജനം അറിയാൻ പോകുന്നു. നിന്റെ ശബ്ദത്തിന് വേണ്ടി, നിന്റെ കൈവെപ്പിന് വേണ്ടി, നിന്റെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജനം വെയിറ്റ് ചെയ്യാൻ പോകുന്നു. നിന്റെ വസ്ത്രത്തിലൂടെ വെളിപ്പെടുന്ന അഭിഷേകത്തിന് വേണ്ടി ജനം വെയിറ്റ് ചെയ്യാൻ പോകുന്നു. നീ ധരിക്കുന്ന വസ്ത്രത്തിൽ പോലും അഭിഷേകം ഒഴുകുന്ന വിധത്തിൽ അഭിഷേകത്തിൻ്റെ കവിഞ്ഞൊഴുക്ക് നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്നു. നീ ഇനി ഒറ്റയ്ക്കല്ല, നീ ഇനി ഒറ്റ തിരിഞ്ഞിരിക്കത്തില്ല, നീ ഏതെങ്കിലും കുഗ്രാമത്തിൻ്റെ അകത്ത് ഒതുങ്ങിപ്പോകത്തില്ല, നീ ഏതെങ്കിലും വില്ലേജിൽ ഒതുങ്ങിപ്പോകത്തില്ല. നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നു. പൗലോസേ, തർസോസ് കൊണ്ട് നീ തീരേണ്ടവനല്ല, തർസോസിൽ നീ ഒതുങ്ങിപ്പോണ്ടവനല്ല. ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നു. നിനക്ക് വേണ്ടി ഒരു ദ്വീപ് വെയിറ്റ് ചെയ്യുന്നു. നീ പിറുപിറുക്കല്ലേ, പൗലോസുകാരെ പിറുപിറുക്കല്ലേ, പുറകോട്ട് പോകല്ലേ. ഞാൻ ഈ പരിപാടിക്കില്ലെന്ന് പറയരുതേ. നിനക്ക് വേണ്ടി മെലീത്ത വെയിറ്റ് ചെയ്യുക. ആമേൻ. നിനക്ക് വേണ്ടി തടവുകാർ വെയിറ്റ് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി ദ്വീപ് വെയിറ്റ് ചെയ്യുന്നു. നിനക്ക് വേണ്ടി രാജാക്കന്മാർ വെയിറ്റ് ചെയ്യുന്നു. നിനക്ക് വേണ്ടി ആമേൻ പടയാളികൾ വെയിറ്റ് ചെയ്യുന്നു. നീ മുഖാന്തരം സൗഖ്യമാകണ്ട, നീ മുഖാന്തരം വിടുവിക്കപ്പെടേണ്ട, നീ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടേണ്ട, നീ മുഖാന്തരം ഭൂതം പുറത്തു പോകേണ്ട വ്യക്തികൾ വരെ വെയിറ്റ് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പുറകോട്ട് പോകരുത്. നീ നിമിത്തം വിടുവിക്കപ്പെടേണ്ട അഭിഷത്തെ സഹോദര സഹോദരി, നീ നിമിത്തം അനുഗ്രഹിക്കപ്പെടേണ്ട, നീ നിമിത്തം വിടുവിക്കപ്പെടേണ്ടവർ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരെ അടുക്കിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ അയക്കാൻ പോകുന്നു. ആമേൻ പറയാമോ? കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ അയക്കാൻ പോകുന്നു, ഉപയോഗിക്കാൻ പോകുന്നു. ആമേൻ. ഞാനിങ്ങനെ അത് ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുക, പൗലോസേ, നീ മുഖാന്തരം ഒരു ദ്വീപിൻ്റെ അന്തരീക്ഷം മാറാൻ ഇരിക്കുകയാണ്. ആമേൻ. ഇപ്പോഴത്തെ ഈ 10-100 പേര്, ഇല്ലെങ്കിൽ 10-200 പേര്, അവർ ഇതിനെ മൈൻഡ് ചെയ്തില്ലേ? വേണ്ടതേ വേണ്ട. ഈ 10 പേര് മൈൻഡ് ചെയ്തില്ലേ? വേണ്ട. ഇവർ കുടുംബം മൈൻഡ് ചെയ്തില്ലേ? വേണ്ടതേ. നിന്നെ മൈൻഡ് ചെയ്യാൻ, നിന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ ഒരു ദ്വീപിനെ ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഒരു ദേശത്തെ, ഒരു പട്ടണത്തെ, ഒരു രാജ്യത്തെ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആമേൻ. ഒരു നാടിൻ്റെ അന്തരീക്ഷം തിരിക്കുന്ന, ഒരു പട്ടണത്തിൻ്റെ അന്തരീക്ഷം തിരിക്കുന്ന, ആമേൻ, ഇന്നുവരെയും ചരിത്രത്തിൽ നടക്കാത്ത ഭൂകമ്പത്തെ ഉളവാക്കാൻ പറ്റുന്ന ആരാധന, അഭിഷേകം നിന്റെ അകത്തുള്ളവനാണ്. നിനക്ക് വേണ്ടി കാരാഗ്രഹം വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആമേൻ. നിന്റെ മുമ്പിൽ വാതിലുകൾ തുറക്കാൻ റെഡിയായി നിൽക്കുന്ന കാരാഗ്രഹം. ആമേൻ. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം പട്ടണം കാണാൻ പോകുന്നു. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ വലിപ്പം രാജ്യങ്ങൾ കാണാൻ പോകുന്നു. ആമേൻ. നീ പ്രാപിച്ച ദൈവകൃപയുടെ മഹത്വം എന്തെന്ന് ദൈവസഭ അറിയാൻ പോകുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് ആമേൻ ചില അഭിഷിക്തന്മാരെ ഉൾവലിഞ്ഞു പോയ, ആമേൻ ആരാലും അംഗീകാരം ലഭിക്കാതെ, ആരും ചേർത്ത് പിടിക്കാതെ, ആമേൻ എന്നിട്ടും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആമേൻ റൂമിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന അഭിഷിക്തന്മാരെ നിങ്ങളെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കാൻ പോകുന്നു. ഹല്ലേലൂയ. നമ്മുടെ അഭിഷേകത്തിൻ്റെ മഹത്വം ചലിക്കുന്ന നാളുകളായി ഈ നാളുകളെ പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നിമിത്തം വിടുവിക്കപ്പെടേണ്ടവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മൾ മുഖാന്തരം വിടുവിക്കപ്പെടേണ്ടവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുമോ? ആമേൻ. നിങ്ങൾ മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികൾ നടക്കാൻ പോകുന്നു. ഇന്ന് വരെയും ചരിത്രം കണ്ടിട്ടില്ലാത്ത ഭൂമികുലുക്കം നിങ്ങൾ നിമിത്തം ഉണ്ടാകാൻ പോകുന്നു. ആമേൻ. ഭൂമികുലും അടിസ്ഥാനങ്ങൾ കുലുങ്ങും, പക്ഷേ വാതിലും തുറക്കും, ആമവും പൊട്ടും, ബിൽഡിംഗ് അതുപോലെ നിൽക്കും. ആമേൻ. തികച്ചും വ്യത്യസ്തമായ വീര്യപ്രവർത്തികൾ അഭിഷിക്തന്മാരെ നിങ്ങളിലൂടെ നടക്കാൻ പോകുന്നു, എന്നിലൂടെ നടക്കാൻ പോകുന്നു.
ആമേൻ. അങ്ങനെ ആമേൻ പറയാൻ പറ്റുമോ? എന്നിലൂടെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നു. ഇന്ന് വരെ ദേശം കാണാത്ത, പട്ടണം കാണാത്ത, രാജ്യങ്ങൾ കാണാത്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ എന്നിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പൗലോസ് പിന്തിരിഞ്ഞു പോയിരുന്നെങ്കിലോ, ആരും അംഗീകരിച്ചില്ല, ആരും ഉൾക്കൊണ്ടില്ല, ഇനി ഞാൻ ഈ പരിപാടിക്കില്ല എന്നും പറഞ്ഞ് പൗലോസ് പോയിരുന്നെങ്കിലോ, ആമേൻ, കാരാഗ്രഹ പ്രമാണി കുടുംബം എങ്ങനെ വിടുവിക്കപ്പെടും? കാരാഗ്രഹത്തിൽ കിടക്കുന്ന ആ തടവുകാർ എങ്ങനെ വിടുവിക്കപ്പെടും? ദ്വീപ് പ്രമാണിയും ദ്വീപിലുള്ള ജനങ്ങൾ എങ്ങനെ വിടുവിക്കപ്പെടും? കപ്പലിലുള്ള തടവുകാരെങ്ങനെ വിടുവിക്കപ്പെടും? നീ നിമിത്തം നൂറുകണക്കിന്, ആയിരക്കണക്കിന് ജനങ്ങൾ വിടുവിക്കപ്പെടാതിരിക്കുക. അപ്പം നീ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഉഴപ്പിക്കളയല്ലേ, പുറകോട്ട് പോകരുത്, പിന്തിരിയരുത്. അനുകൂലമായ സാഹചര്യമില്ല പാസ്റ്ററെ, ആരും ചേർത്ത് പിടിക്കുന്നില്ല പാസ്റ്ററെ, ഇതൊക്കെ വിട്ടുകളാണ്. അഭിഷേകത്തിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ അന്യഭാഷ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. പ്രാർത്ഥന മുറിയിലേക്ക് കയറുക. ദൈവമായ ബന്ധത്തിലേക്ക് വീണ്ടും അടുത്തിരിക്കുക. ആരും മൈൻഡ് ചെയ്തില്ല, വേണ്ടെന്നേ. ദൈവം മൈൻഡ് ചെയ്യുന്നുണ്ട്. കയറുക. കർത്താവ് നിന്നോട് സംസാരിക്കാനുണ്ട്. നിനക്കൊരു പ്രാർത്ഥന മുറി ഉണ്ടാകട്ടെ. കർത്താവിന് നിന്നോട് സംസാരിക്കണം. ദൈവശബ്ദം കൈമാറാനുണ്ട്. നീ മുഖാന്തരം വിടിവിക്കപ്പെടേണ്ട ദേശത്തിൻ്റെ പേരുകൾ ദൈവം നിനക്ക് കാണിച്ചു തരാൻ പോകുന്നു. നീ മുഖാന്തരം വിടിവിക്കപ്പെടേണ്ട വ്യക്തികളുടെ പേര് ദൈവം നിനക്ക് കാണിച്ചു തരാൻ പോകുന്നു. നീ മുഖാന്തരം നടക്കുന്ന അത്ഭുതത്തെ വെളിപ്പെടുത്താൻ പോകുന്നു. ആയിരക്കണക്കിന് ആമേൻ ജനങ്ങൾ നീ നിമിത്തം പുറത്തു വരാൻ പോകുന്നു. ഒരു ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടി, ഒരു പട്ടണത്തിൻ്റെ ഉണർവിന് വേണ്ടി, ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഉണർവിന് വേണ്ടി, ഒരു രാജ്യത്തിൻ്റെ ഉണർവിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നു. പ്രൈസ് ദ ലോർഡ്. ആരും പുറകോട്ട് പോകരുത്, ഉൾവലിയരുത്. ഞാനിനി ഇല്ല, മടുത്തു ദൈവാസനെ, ഇനി എങ്ങനെയാ? കുടുംബം ഒറ്റപ്പെടുത്തും, ജീവിത പങ്കാളി ഒറ്റപ്പെടുത്തും, സഹരിക്കത്തിൽ നിന്ന് വരും, മക്കൾ ഉഴപ്പ് കാണിച്ചെന്ന് വരും. നിന്റെ അഭിഷേകത്തെ നീ മുറുകെ പിടിക്കുക. സഭ മൈൻഡ് ചെയ്തിൽ നിന്ന് വരും. നിന്റെ അഭിഷേകത്തെ മുറുകെ പിടിക്കുക. നിന്നിലുള്ള ദൈവകൃപയെ നീ ആശ്രയിക്കുക. നിന്നിലുള്ള ദൈവകൃപയെ നീ മുറുകെ പിടിക്കുക. ദൈവകൃപയിൽ ആശ്രയിച്ച് നിൽക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തമായി ഉപയോഗിക്കും. ആമേൻ. നിങ്ങളുടെ തലമുറയെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ പരിശുദ്ധാത്മാവ് തൊടും. അവരും നിന്റെ വെളിപ്പാടിനോട് ചേർന്ന്, നിന്റെ അഭിഷേകത്തോട് ചേർന്ന് അവരും നിന്റെ അടുക്കൽ വരും. പ്രൈസ് ദ ലോർഡ്. ആമേൻ പറയാൻ പറ്റുമോ? കർത്താവ് അത്ഭുതം ചെയ്യും. ആമേൻ. പ്രത്യേകിച്ച് ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടും ശുശ്രൂഷയിൽ പുറത്തു വരാൻ കഴിയാതെ, ആമേൻ, ബൈബിൾ കോളേജ് പഠിച്ചു, ശുശ്രൂഷയ്ക്ക് സമർപ്പിച്ചു, ദൈവവിളിക്ക് വേണ്ടി ഇറങ്ങി, പക്ഷേ നിരാശപ്പെട്ടിരിക്കുന്ന, ഒന്നും ചെയ്യാൻ കഴിയാതെ ആകെ വ്യാകുലപ്പെട്ടിരിക്കുന്ന ആമേൻ ദൈവദാസന്മാരോട് ദൈവത്തിന് പറയാനുള്ള ശബ്ദം ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. നിന്റെ പ്രാർത്ഥന കൂട്ടാവോ? വ്യക്തിപരമായ പ്രാർത്ഥന ജീവിതത്തിൽ കയറാവോ? ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകാവോ? നിന്റെ അഭിഷേകത്തെ ഒന്ന് ശക്തീകരിക്കാവോ? നിന്നെ ദൈവാത്മാവ് ഉപയോഗിക്കാൻ പോകും. പ്രാർത്ഥനയും അടുത്തു പോകരുത്, ക്ഷീണിക്കരുത്. കർത്താവ് ശക്തമായി നിങ്ങളെ ഉപയോഗിക്കും. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മേൽ ആ ദൈവകൃപയുടെ ആഴം വെളിപ്പെടും. വെളിപ്പാടിൻ്റെ ദർശനത്തിൻ്റെ ആഴം വെളിപ്പെടും. ദൂതുകളുടെ ആഴം വെളിപ്പെടും. പരിശുദ്ധാത്മാവ് ശക്തമായി നിങ്ങളെ ഉപയോഗിക്കും. ആമേൻ. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ചില പ്രവചന ശബ്ദം കൂടെ ഞാൻ കൈമാറുന്നു പ്രാർത്ഥിക്കുന്നവരിലേക്ക്. നിങ്ങൾ ഈ വചനം കേൾക്കുകയും ഈ പ്രവചന ശബ്ദങ്ങൾ കേൾക്കുകയും ഇത് പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഈ മെസ്സേജ് കൈമാറണം. പ്രാർത്ഥിക്കുന്നവരിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യും. ജനം പ്രാർത്ഥിക്കട്ടെ. ഒറ്റയ്ക്കിരിക്കുന്ന അഭിഷിക്തന്മാർ അവർ വിടുവിക്കപ്പെടട്ടെ. ഒറ്റയ്ക്കിരിക്കുന്ന സഹോദരന്മാർ അവർക്ക് ഉൾക്കരുത്തുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. അവർക്ക് ധൈര്യം ഉറപ്പും ഉണ്ടാകട്ടെ. അവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. നമുക്ക് ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഇടിവിൽ പ്രാർത്ഥിക്കാം. ഭാരതത്തിനു വേണ്ടി നമുക്ക് ഇടിവിൽ നിൽക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ.
എൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ചില പ്രവചന ശബ്ദങ്ങളെ ഞാൻ കൈമാറുന്നു. കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനയിൽ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു പ്രവചന ശബ്ദം, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ആ ശബ്ദം ഞാൻ കേൾക്കുകയാണ്. വലിയ ഭാരം തോന്നി ആ ദൈവശബ്ദം ഞാൻ കേട്ടപ്പോൾ. ഞാൻ ചോദിച്ചു, കർത്താവേ, എന്താണ് ഈ സംഭവിക്കാൻ പോകുന്നത്? എന്താണ് ലോകത്തിൻ്റെ പോക്കെന്താണ്? എന്തായി തീരും? എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്ന ശബ്ദം ഇതായിരുന്നു. ഹിരോഷിമ, ഈ ഒരു പേരാണ് ഞാൻ കേൾക്കുന്നത്. എനിക്ക് എവിടെയോ ഒരു കേട്ടുപരിചയം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് അത് മനസ്സിലായില്ല. ഒന്നുകൂടി പ്രാർത്ഥിച്ചു. അപ്പോഴും ഞാൻ കേൾക്കുന്ന ശബ്ദം ഇതാണ്, ഹിരോഷിമ എന്നൊരു ശബ്ദം. പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ദൈവാത്മാവ് അതെനിക്ക് ഓർമ്മ തന്നു. ഇത് അണുബോംബ് വർഷിച്ച ഒരു സ്ഥലമാണ്. അണുബോംബ് ആക്രമണം നടന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ജപ്പാനിൽ ഉള്ളൊരു സ്ഥലത്തിൻ്റെ പേരാണ്. യേശു കർത്താവ്, ഇതെന്തോ ഈ പേര് പറഞ്ഞേ? പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ജനത്തോട് പ്രാർത്ഥിക്കാൻ പറയുക, ഹിരോഷിമയിൽ നടന്ന ആ വലിയ ദുരന്തം വീണ്ടും ആവർത്തിക്കപ്പെടാൻ പോകുന്നു. ദൈവസഭ, ദൈവജനം പ്രാർത്ഥിക്കുക. സൈലൻ്റായി നിൽക്കുന്ന ചില രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായി അണുബോംബ് ആക്രമണം ഉണ്ടാകാൻ പോകുന്നു. ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാർ മരണപ്പെട്ട 1945 നടന്ന ആ സംഭവം വീണ്ടും ആവർത്തിക്കപ്പെടുവാൻ പോകും. ദൈവജനാവിഷയത്തിൽ പ്രാർത്ഥിക്കുക. ഇത് എൻ്റെ പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് കൈമാറിയ ശബ്ദമാണ്. 1945 ഓഗസ്റ്റിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ എത്ര വർഷങ്ങൾ പിന്നിട്ടു. വീണ്ടും ഇതുപോലുള്ള ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു. അതായത് 3ാം ലോകമഹായുദ്ധം ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രാജ്യങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക. വ്യക്തമായ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ കേട്ട ദൈവശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. ഇത് പ്രാർത്ഥിക്കുന്നവരിലേക്ക് ദൈവജനം ഈ ശബ്ദം കൈമാറുക. ഈ പറയുന്ന ശബ്ദങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല. എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ ഈ പുറത്തൂടെ കറങ്ങി നടക്കുന്ന മനുഷ്യനല്ല. എൻ്റെ പ്രാർത്ഥന മുറിയായി കഴിയുന്ന ആളാണ്. എപ്പോഴും എൻ്റെ പ്രാർത്ഥന പായൽ ഞാൻ ഉണ്ടാവും. പ്രാർത്ഥിച്ചും ദൈവശബ്ദം കേട്ടും ദൈവത്തോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനാണ്. ഈ പറയുന്ന ശബ്ദങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല. ഈ വേഗത്തിൽ ദൈവജനം പ്രാർത്ഥിക്കുക. ആ അനർത്ഥങ്ങൾ, ആ അപകടങ്ങളുടെ തീവ്രത കുറയട്ടെ, ക്രമസമാധാനങ്ങൾ ഉണ്ടാകട്ടെ. ദൈവജനം ആ വിഷയത്തെ ഓർത്ത് ശക്തമായി പ്രാർത്ഥിക്കുക. ആ 3ാം ലോകമഹായുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. വ്യക്തമായിട്ട് പ്രാർത്ഥന മുറി ഞാൻ കേട്ട ശബ്ദമാണ് ഹിരോഷിമ എന്ന ആ പട്ടണത്തിൻ്റെ പേര്. ദൈവങ്ങൾ സംസാരിക്കുക. അന്നുണ്ടായതുപോലെ, ഹിരോഷിമ നാഗാസാക്കിയിലൊക്കെ അന്ന് ഉണ്ടായതുപോലെ ഏകദേശം 1 ലക്ഷം പേര് അന്ന് മരണപ്പെട്ടത്. അതുപോലെ ഉള്ള അണുബോംബ് ആക്രമണം വീണ്ടും ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. ഒത്തിരി ജനങ്ങൾ മരണപ്പെടുന്ന യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, അല്ലെങ്കിൽ തീവ്രത കുറയട്ടെ.
അത് കഴിഞ്ഞിട്ട് ആ യുദ്ധം കഴിഞ്ഞിട്ട് പിന്നെയും വർഷങ്ങൾ ആൾക്കാർ ആ അണുബാധ നിമിത്തം മരിച്ചു. ആയിരക്കണക്കിന് ജനങ്ങൾ പിന്നെയും മരിച്ചു. നമ്മുടെ സഹോദരങ്ങൾ, പ്രാർത്ഥിക്കാം. കർത്താവേ, രാജ്യങ്ങളോട് കരുണ തോന്നണമേ. മൂന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് രാജ്യങ്ങളെ വിടുവിക്കണമേ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു പ്രിയരെ. നമുക്കൊരുങ്ങാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ദേശത്തോട് കരുണ കാണിക്കണമേ, രാജ്യങ്ങളോട് കരുണ കാണിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വരവേണ്ടി ജനത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകം വിശുദ്ധ പ്രാർത്ഥിക്കുക. അണുവായുധങ്ങൾ രാജ്യങ്ങൾ ഉപയോഗിക്കാതിരിക്കട്ടെ. സമാധാനപരമായി രാജ്യങ്ങൾ പോകാൻ പ്രാർത്ഥിക്കാം. വീണ്ടും പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ അടുത്ത ദൈവശബ്ദം, രാജ്യങ്ങൾ ഇനി നേരിടാൻ പോകുന്ന അടുത്തൊരു കാര്യം, വചനം പറയുന്നു, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ഇത് സംഭവിക്കാൻ പോകുന്നു. വലിയ കലാപങ്ങൾ ഉണ്ടാകാൻ പോകും. വലിയ കലാപം ഉണ്ടാകാൻ പോകും. കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. ക്രമസമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ നിയമങ്ങൾക്കോ പോലീസ് അധികാരികൾക്കോ ഒന്നും നിയന്ത്രിക്കപ്പെടാൻ പറ്റാത്ത കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു. ഇന്ത്യയിൽ അതുണ്ടാകാൻ പോകുന്നു. മറ്റ് രാജ്യങ്ങളിൽ ഇതുണ്ടാകാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പണ്ട് നടന്നതുപോലെയുള്ള കലാപങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. അതിൻ്റെ ആസൂത്രണം നടത്തുന്ന മനുഷ്യൻ്റെ ഉള്ളത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. അവർക്ക് മാനസാന്തരതയും കൊടുക്കട്ടെ. നിരവധി പേർ, ആയിരക്കണക്കിന് ജനങ്ങൾ മരിക്കുന്ന, നൂറുകണക്കിന് ജനങ്ങൾ മരിക്കുന്ന കലാപങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ദൈവവചനമാണ്. പ്രാർത്ഥിക്കുക. അതിൻ്റെ തീവ്രത കുറയട്ടെ. സ്വർഗം രാജ്യങ്ങളോട് കരുണ കാണിക്കട്ടെ. നമ്മുടെ ഭാരതത്തോട് കരുണ കാണിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കലാപങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ ദൈവം സംരക്ഷിക്കട്ടെ. ആമേൻ. വീണ്ടും പരിശുദ്ധാത്മാവ് ഇടപെട്ട മറ്റൊരു കാര്യം, ഞാനത് ഒരു വെളിപ്പാട് കാണുകയാണ്. വലിയൊരു ഉയർന്ന മല, അതിൻ്റെ മുകളിൽ നിന്ന് ഉരുൾപൊട്ടുകയല്ല, മണ്ണിടിഞ്ഞു പോരുകയാണ്. ഒരു പ്രദേശം മുഴുവൻ വലിയ ഒരു മലയിൽ നിന്ന് ഒരു ഭാഗം മുഴുവൻ മണ്ണിടിഞ്ഞു പോരുക. അങ്ങൊരു സംഭവം കാണുന്നു. നൂറുകണക്കിന് ആൾക്കാർ മരണപ്പെടുന്ന ഒരു സംഭവം നടന്നു. ആമേൻ. ഫ്രീസല്ലോ അത് നടക്കുന്നത് ഇന്ത്യയിലാണ്. ദൈവജനം പ്രാർത്ഥിക്കുക, സ്വർഗം കരുണ കാണിക്കാൻ. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അടുത്തൊരു വെളിപ്പാടിനെ കാണിച്ചത്, മലകളിൽ ഭൂമി കുലുങ്ങിയിട്ട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന വലിയ വീടിൻ്റെ വലിപ്പമുള്ള വലിയ പാറകൾ, വർഷങ്ങളായി സ്ട്രോങ് ആയി നിൽക്കുന്ന പാറകളാണ്. കുന്നുകളിലൊക്കെ ചെറിയ ഭൂമികൾക്കും ഉണ്ടായിട്ട് ഈ കല്ല് അവിടെ നടന്നു പോരും. ഞാൻ കാണുന്നത് വലിയ മലയുടെ മുകളിൽ നിന്ന് ഒരു 2 നില വീടിൻ്റെ ഒക്കെ വലിപ്പമുള്ള വലിയ പാറ അവിടുന്ന് ഉരുണ്ട് താഴെ വന്ന് പതിക്കുന്ന ഒരു സംഭവം പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ദൈവജനം പ്രാർത്ഥിക്കുക. ഒത്തിരി നാശം വരുത്തുന്ന, അത് ഉരുണ്ടു പോരുന്ന ദേശത്ത് ഒന്നുമില്ല, എല്ലാം അടിച്ച് തകർത്ത് ആ പാറ താഴെ വന്ന് പതിക്കുന്ന ഒരു സംഭവം ദൈവന്മാരെ കാണിച്ചു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ആ അനർത്ഥങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന്, നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഒഴിയട്ടെ. സ്വർഗം കരുണ കാണിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. രാജ്യങ്ങളിൽ നിന്ന് ഈ അനർത്ഥങ്ങൾ ഒഴിയട്ടെ. അതിൻ്റെ തീവ്രത കുറയട്ടെ.
കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഇടിവിൽ നിൽക്കാം. പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഈ 3 പ്രവചന ശബ്ദങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ. മൂന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും രാജ്യങ്ങൾ പിന്മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധാത്മാവ് വ്യക്തമായ എന്നോട് ഇടപെട്ട സംഭവമാണ്. ആ വിഷയത്തെ ഓർത്ത് ഹിരോഷിമ എന്ന പേര് പറഞ്ഞ് ദൈവാത്മാവ് ഇടപെട്ടതാണ്. അന്ന് നടന്ന സംഭവം പോലെ അണുവായുധ ആക്രമണം ഉണ്ടാകാൻ പോകുന്നു. ദൈവങ്ങൾ പ്രാർത്ഥിക്കുക. ആ അണുബോംബ് വർഷിക്കാതിരിക്കാൻ, അണുബോംബ് ആക്രമണം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. 2, കലാപങ്ങളിൽ നിന്നും നമ്മുടെ ഭാരതത്തെ, രാജ്യങ്ങളെ വിടിവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. 3, ഈ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് കേരളത്തെ, ഭാരതത്തെ, രാജ്യങ്ങളെ കർത്താവ് വിടിവിക്കട്ടെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് കരുണ കാണിക്കട്ടെ. ദൈവജനം പ്രാർത്ഥിക്കുക, ദൈവത്തോട് കരുണ ചോദിക്കുക. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. പിന്മാറിപ്പോകരുത്, പുറകോട്ട് പോകരുത്, ശുശ്രൂഷ വേണ്ടെന്ന് വെക്കരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ സമയമായി. പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ കയ്യിലൂടെ വലിയ അത്ഭുതങ്ങൾ, വലിയ അടയാളങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുന്നു. നിങ്ങളിലൂടെ നൂറുകണക്കിന്, ആയിരക്കണക്കിന് ആത്മാക്കൾ വിടുവിക്കപ്പെടാൻ പോകുന്നു. വലിയ അത്ഭുതങ്ങൾ കാണാൻ പോകുന്നു. അഭിഷേകം നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാൻ പോകുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് ശക്തമായി ഉപയോഗിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.